അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സദഖല്ലാഹുൽ അലിയുൽ അദീം. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം, ഭൂമിലോകത്ത് ഒരുപാട് മതങ്ങളും ഒരുപാട് ഇസങ്ങളും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധമായ ഇസ്ലാം ദീനാണ്. ഈ ദീനിന് വേണ്ടി, ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ഒരു ധീരനായിരിക്കുന്ന സഹാബിയുടെ ചരിത്രമാണ് ഇൻഷാ അള്ളാഹ് ഞാനിവിടെ സമാരംഭം കുറിക്കുന്നത്. ഹിജ്റയുടെ 6-ാം വർഷം ഇസ്ലാം മദീനയിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്ന കാലം, ഹബീബായ നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ മദീനക്കാർ അർഷപുളകിതരായി ജീവിക്കുകയാണ്. എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും അവരുടെ മുന്നിൽ തുറന്ന് വെക്കപ്പെട്ടിരിക്കുന്നു. അദമ്യമായ പ്രവാചക സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ജനങ്ങൾ തിരുകൽപ്പനയ്ക്ക് കാതോർത്ത് നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ യുവാക്കളുണ്ട്. ഏതു സാഹസത്തിനോർ തയ്യാറാണ്. അസാധ്യം എന്നൊന്ന് അവരുടെ നിഘണ്ടുവിൽ ഇല്ലെന്ന് പലപ്പോഴായി തെളിയിച്ചവരാണവർ. ഒരു ദിവസം നിസ്കാരശേഷം ഹബീബായ നബി തങ്ങൾ വിളംബരം ചെയ്തു, ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്, മറ്റു മതങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇക്കാര്യം ലോകത്തെ മുഴുവനും അറിയിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അറബികളും അല്ലാത്തവരുമായ രാജാക്കന്മാർക്ക് ഇസ്ലാം പരിചയപ്പെടുത്താൻ നിങ്ങളെ ദൂതന്മാരായി അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കർത്തവ്യത്വം നിർവഹിക്കാൻ എല്ലാവരും സന്നദ്ധരാവണം. സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, തിരുദൂതരെ, അങ്ങ് പറഞ്ഞാലും ഞങ്ങളോട് ആജ്ഞാപിച്ചാലും എങ്ങോട്ടാണ് ഞങ്ങൾ പോകേണ്ടത്? ഞങ്ങൾ തയ്യാറാണ് റസൂലേ. എന്തു ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. സദസ്സിൽ നിന്നും ഹബീബായ നബി തങ്ങൾ 6 പേരെ തെരഞ്ഞെടുത്തു. വ്യത്യസ്ത രാജാക്കന്മാർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമുള്ള കത്തുകളുമായി അവരെ അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ 1-ാമത്തെ പ്രതിനിധിയായി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹം പോകേണ്ടത് പേർഷ്യയിലെ കിസ്റ സാമ്രാജ്യത്തിൻ്റെ അധിപനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ്. അതാണ് ഹുദാഫയുടെ ചുമതല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പൂർണ്ണമായും അദ്ദേഹം ഏറ്റെടുത്തു. ഹുദാഫ റളിയല്ലാഹു അൻഹു യാത്രക്ക് തയ്യാറായി. ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഔദ്യോഗിക പ്രതിനിധി, റസൂലുള്ളാഹിന്റെ ദൂതർ, മഹത്തായ ഇസ്ലാമിക സന്ദേശം ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ അധിപന്റെ കാതിലെത്തിക്കുക എന്ന മഹത്തായ ദൗത്യം ഹുദാഫ റളിയല്ലാഹു അൻഹു ചാരിതാർത്ഥ്യം തോന്നി. തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അദ്ദേഹം അളവറ്റ് ആഹ്ലാദിച്ചു. യാത്രാ സന്നാഹങ്ങൾ ഒരുങ്ങി. നാട്ടുകാരോടും കൂട്ടുകാരോടുമൊക്കെ യാത്ര പറഞ്ഞു. കാരണം പേർഷ്യയുടെ അധിപനായ ചക്രവർത്തിയെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയായ സാമ്രാജ്യ അധിപനെ പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ ദൗത്യം. വിധിയുണ്ടെങ്കിൽ തിരിച്ചെത്തും, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കാം. പ്രിയപത്നിയുടെ നയനങ്ങൾ നിറഞ്ഞു. ഇതൊരു അന്ത്യയാത്രയാണോ? യാത്രമൊഴിയുടെ സൂചനകൾ വിദിതമാണ്, പേടിയുള്ളതാണ്. അതിസാഹസികമായ ഒരു ദൗത്യമാണ് തൻ്റെ ഭർത്താവ് ഏറ്റെടുത്തിരിക്കുന്നത്. തിരുനബിയുടെ ദൂതനാവുക എന്നത് ചില്ലറ നേട്ടമല്ല. ഭർത്താവിനുള്ള അംഗീകാരവും അദ്ദേഹത്തോട് നബിക്കുള്ള മതിപ്പുമാണ് അത് വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഈ ദൗത്യം ഒരു മഹാകൃത്യമാണ്. വിജയകരമായി അത് നിർവഹിക്കാൻ എൻ്റെ പ്രിയതമന് സാധിക്കട്ടെ എന്നവർ പ്രാർത്ഥിച്ചു. നാഥാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അപകടമൊന്നും വരുത്താതെ ദൗത്യം വിജയകരമായി നിർവഹിച്ച് തിരിച്ചു വരാൻ നീ സൗഭാഗ്യമേകണേ നാഥ. ഉത്കണ്ഠ നിറഞ്ഞ നിമിഷങ്ങൾ. കൊച്ചുമകനെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ വാരിപ്പിണർന്ന് ഉമ്മ വെച്ചു. അബ്ദുല്ല എന്നവർ തൻ്റെ കുതിരപ്പുറത്ത് കയറി അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്
ഹബീബായ നബി തങ്ങളുടെ ഹളറത്തിലേക്ക്. കിസറ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അഹങ്കാരത്തിന്റെയും സത്യനിഷേധത്തിന്റെയും പ്രതീകമാണ് അദ്ദേഹം. കൊട്ടാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പുണ്യനബിതങ്ങൾ വിവരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചൊരു ത്യാഗമാണ് യാത്ര. നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ഭൂമിയും അതിലുള്ള സർവവും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ്. ഹബീബായ നബിയുടെ വാക്കുകൾ അബ്ദുള്ളയുടെ ഹൃദയത്തെ ആവേശഭരിതമാക്കി. ഈ ദൗത്യം വിജയിച്ചാൽ ഒരു വ്യക്തി മാത്രമല്ല, ഒരു രാജ്യം ഒട്ടാകെ രക്ഷപ്പെടും. കടുത്ത ചൂഷണത്തിനിരയായി ശ്വാസം മുട്ടിക്കടിയുന്ന ജനം മുഴുവനും വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടും. ഒരു വലിയ ജനസമൂഹത്തിനാകെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ അവസരം ലഭിക്കും. അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം പേർഷ്യയുടെ മുക്കുമൂലകളെ പ്രശോഭിതമാക്കും. ഒട്ടേറെ സ്വപ്നങ്ങൾ, ശുഭപ്രതീക്ഷകൾ അബ്ദുള്ളയെ ആവേശഭരിതമാക്കി. അബ്ദുല്ലാഹി ഉദാഫ് റളിയല്ലാഹു അൻഹു അങ്ങനെ പേർഷ്യയിലേക്ക് എത്തി. അവിടുത്തെ പ്രമുഖരുമായി അദ്ദേഹം പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അവരെ കൊട്ടാര വാതിൽക്കലെത്തി. വിശാലമായ കൊട്ടാരം, ചുറ്റും ഊക്കൻ മതിൽക്കെട്ടുകൾ, മതിലുകളിൽ അഗ്നിദേവന്റെയും പുരാണ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ. മതിലിന് പുറത്ത് മറ്റൊരു മതിൽ, മനുഷ്യമതിൽ. കാവൽക്കാർ അണിയൊപ്പിച്ച് നിൽക്കുന്നു. കൊട്ടാരത്തിലേക്ക് വരുന്ന VIP-കൾക്ക് സല്യൂട്ട് നൽകുക, പോകുന്നവരെ ശ്രദ്ധിക്കുക, ശത്രുക്കൾ നിരീക്ഷിക്കുക. കൊട്ടാരത്തിന്റെ കാവൽക്കാർ, രാജാവിന്റെ ജീവരക്ഷ അവരുടെ കയ്യിലാണ്. കൊട്ടാര സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തി അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞു. അബ്ദുല്ലാഹി ഉദാഫ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കാൻ അനുമതി തേടി. പ്രച്ഛന്ന വേഷക്കാരനായ ഒരു ഫക്കീർ മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ ഇത്തരക്കാർക്ക് എന്തു കാര്യം? അദ്ദേഹം പുച്ഛഭാവനെ പ്രതികരിച്ചു. അബ്ദുള്ള പറഞ്ഞു, ഞാൻ മദീനയിൽ നിന്നും വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദൂതനാണ് ഞാൻ. എനിക്കു രാജാവിനെ കണ്ട് മുഹമ്മദ് നബിയുടെ സന്ദേശം കൈമാറണം. നിങ്ങൾ അനുമതി തരാൻ പറ്റുമെങ്കിൽ തരിക, ഇല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട, ഞാൻ തിരിച്ചു പോകാം. ഉദ്യോഗസ്ഥൻ രാജാവിന്റെ സന്നിധിയിൽ ചെന്നു സംഭവം പറഞ്ഞു. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത പ്രകൃതം എന്തോ എഴുത്ത് നൽകാനാണത്രേ. രാജാവ് തന്റെ ഉപദേഷ്ടാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൂട്ടി അബ്ദുള്ളക്ക് അനുമതി നൽകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അവർ അനുമതി നൽകാൻ ശുപാർശ ചെയ്തു. വിദേശ രാഷ്ട്രത്തിന്റെ അംബാസിഡർമാരെ മാന്യമായി പരിഗണിക്കണമെന്ന് അന്ന് ഒരു ലിഖിത നിയമമുണ്ടായിരുന്നല്ലോ. ഉപദേഷ്ടാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും നിറഞ്ഞു നിന്ന ദർബാറിലേക്ക് പ്രവേശിക്കാൻ അബ്ദുള്ളക്ക് അനുമതി കിട്ടി. അദ്ദേഹം യാതൊരു ഭാവവുമില്ലാതെ തന്റെ ലളിതമായ വേഷത്തിൽ വിശ്വാസത്തിന്റെ കരുത്ത് നേടിക്കൊടുത്ത ആത്മധൈര്യവുമായി രാജസന്നിധിയിലേക്ക് അദ്ദേഹം എത്തി. കൈകൂപ്പി നിൽക്കാനോ മുട്ടുകുത്തി വണങ്ങാനോ അബ്ദുള്ള തയ്യാറായില്ല. ഒരു നാടൻ അറബി, യാതൊരുവിധ ജാടകളുമില്ലാതെ വേഷം. യാത്രാ ക്ഷീണവും ക്ലേശവുമൊന്നും ആ മുഖത്ത് ദൃശ്യമല്ല. ഞാൻ ഒരു മുസ്ലിം, അള്ളാഹു മാത്രമാണ് വലിയവൻ എന്നും വിശ്വസിക്കുന്ന മനുഷ്യൻ. ഇസ്ലാം തനിക്ക് അന്തസ്സും അഭിമാനവും നേടിത്തന്നിട്ടുണ്ട്. പിന്നെ എന്തിന് ആരെ ഭയപ്പെടണം? അബ്ദുള്ളയെ കണ്ടപ്പോൾ രാജാവിന്റെ പുച്ഛഭാവം. അദ്ദേഹവുമായി ഞാനെങ്ങനെ സംസാരിക്കും? ഒരു തനി സാധാരണക്കാരൻ. രാജാവ് ഭൃത്യനോട് അബ്ദുള്ളയുടെ കൈവശമുണ്ടെന്ന് പറയുന്ന തിരുനബിയുടെ കത്ത് വാങ്ങാൻ കൽപ്പിച്ചു. അബ്ദുള്ള പക്ഷേ കത്തു നൽകാൻ തയ്യാറായില്ല. ഇല്ല, ഇത് താങ്കൾക്ക് നൽകാനല്ല, രാജാവിന്റെ കയ്യിൽ കൊടുക്കാനാണ് എന്ന് തിരുനബി എന്നെ ഏൽപ്പിച്ചത്. രാജാവിന്റെ കയ്യിൽ മാത്രമേ ഞാനിത് നൽകുകയുള്ളൂ. തിരുനബിയുടെ നിർദ്ദേശം അതാണ്, ലംഘിക്കാൻ സാധ്യമല്ല. ദൃഢമായ വാക്കുകൾ, അതുല്യമായ മനോദാർഢ്യം. ഇത് ശ്രവിച്ച രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, വിട്ടോളൂ, ഇങ്ങോട്ട് വരട്ടെ അവൻ. അബ്ദുള്ള രാജാവിന്റെ മുന്നിലെത്തി. കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിലൂടെ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.